നമസ്കാരം. സ്പോർട്സ് പിച്ചിന്റെ മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2027-ൽ ദക്ഷിണാഫ്രിക്കയിലും സിംബാബ്വേയിലുമായി നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ടീമിനെ ഒരുക്കുന്ന തിരക്കിലാണ് BCCIയും സെലക്ടർമാരും. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ നടത്തിയ ഒരു നിർണായക ഇടപെടലാണ് ഇപ്പോൾ കായിക ലോകത്ത് സംസാര വിഷയം. മലയാളി താരം സഞ്ജു സാംസനെ 2027 ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കണമെന്ന് സെലക്ടർമാരോട് രോഹിത് ശർമ്മ നേരിട്ട് നിർദ്ദേശിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഈ നീക്കത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സെലക്ടർമാരുമായുള്ള അനൗദ്യോഗിക ചർച്ചയ്ക്കിടെ രോഹിത് ശർമ്മ സഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. സഞ്ജുവിന് ഏതൊരു ബൗളിംഗ് നിരയെയും തകർക്കാനുള്ള കഴിവുണ്ട്. മധ്യനിരയിൽ അദ്ദേഹത്തെ പോലൊരു പവർ ഹിറ്റർ ഉണ്ടെങ്കിൽ അത് ഏതു വലിയ ലക്ഷ്യവും മറികടക്കാൻ നമ്മെ സഹായിക്കും. 2027 ലോകകപ്പിനുള്ള പ്ലാനുകളിൽ സഞ്ജു സാംസൺ നിർബന്ധമായും ഉണ്ടാകണം എന്നാണ് രോഹിത് വ്യക്തമാക്കിയതെന്നാണ് സൂചനകൾ. മുൻ നായകൻ തന്നെ ഒരു താരത്തിനു വേണ്ടി ഇത്തരത്തിൽ ശക്തമായി വാദിക്കുമ്പോൾ അത് സഞ്ജുവിന്റെ കരിയറിൽ എത്രത്തോളം നിർണായകമാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 2026 T20 ലോകകപ്പിൽ സഞ്ജു കാഴ്ചവെച്ച അവിശ്വസനീയമായ പ്രകടനം രോഹിത്തിനെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നു വേണം കരുതാൻ. 2027 ലോകകപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ബൗൺസുള്ള പിച്ചുകളിലാണ്. പേസ് ബൗളിങ്ങിനെതിരെയും ഷോർട്ട് പിച്ച് പന്തുകൾക്കെതിരെയും സഞ്ജുവിനുള്ള മികവ് ലോക പ്രശസ്തമാണ്. മറ്റിന്ത്യൻ ബാറ്റർമാർ പേസ് ബൗളിങ്ങിൽ പതറുമ്പോൾ സഞ്ജു അനായാസം സിക്സറുകൾ പായിക്കുന്നത് നാം പലതവണ കണ്ടതാണ്. രോഹിത് ശർമ്മ സെലക്ടർമാർക്ക് മുന്നിൽ വെച്ച പ്രധാന കാരണങ്ങൾ ഇവയാകാം. പേസ് ബൗളിങ്ങിലെ മികവ്. ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യങ്ങളിൽ സഞ്ജുവിനെ പോലെ ബാക്ക്ഫുട്ട് പ്ലെയേഴ്സ് അനിവാര്യമാണ്. വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ. ഋഷഭ് പന്തിനൊപ്പം തന്നെ വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ വിശ്വസിക്കാവുന്ന താരമാണ് സഞ്ജു. ക്ലാസും പവറും. വെറുമൊരു പവർ ഹിറ്റർ മാത്രമല്ല, ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാങ്കേതിക തികവും സഞ്ജുവിനുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഞ്ജു സാംസൺ നേരിട്ട പ്രധാന പ്രശ്നം കൺസിസ്റ്റൻസി ആണെന്നായിരുന്നു വിമർശകരുടെ വാദം. എന്നാൽ IPL 2026-ലും T20 ലോകകപ്പിലും സഞ്ജു ഈ പരാതികൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകി. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന രോഹിത്തിന്റെ ആവശ്യം സെലക്ടർമാർക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഇന്ത്യൻ ടീമിനു വേണ്ടി ലോകകപ്പ് പോലെ പല നേട്ടങ്ങളും നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. KL രാഹുൽ, ഇഷാൻ കിഷൻ തുടങ്ങിയ താരങ്ങളുമായി സഞ്ജുവിന് കടുത്ത മത്സരം നേരിടേണ്ടി വരുമെങ്കിലും രോഹിത്തിന്റെ പിന്തുണ സഞ്ജുവിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു. സഞ്ജുവിനെ ഒടുവിൽ നായകൻ തന്നെ അംഗീകരിച്ചു എന്ന വാർത്ത മലയാളി ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ്. കാലങ്ങളായി സഞ്ജു നേരിടുന്ന അവഗണനകൾക്ക് ഇതൊരു അറുതിയാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മഞ്ഞക്കുപ്പായത്തിലും നീലക്കുപ്പായത്തിലും സഞ്ജു നടത്തുന്ന വെടിക്കെട്ടുകൾ 2027 ലോകകപ്പിലും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ. രോഹിത് ശർമ്മയുടെ ഈ നിർദ്ദേശം നടപ്പിലായാൽ സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ കരിയർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഘട്ടത്തിലേക്ക് മാറും. 2027 ലോകകപ്പ് കിരീടം ഇന്ത്യ ഉയർത്തുകയാണെങ്കിൽ അതിൽ സഞ്ജുവിന്റെ ബാറ്റിന് വലിയൊരു പങ്കുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നായകന്റെ ഈ വിശ്വാസം സഞ്ജുവിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ 2027 ലോകകപ്പിലെ ഇന്ത്യയുടെ തുറുപ്പുചീട്ടാകുമോ? രോഹിത് ശർമ്മ സഞ്ജുവിന് നൽകിയ ഈ പിന്തുണയെക്കുറിച്ച് നിങ്ങൾ എന്തു കരുതുന്നു? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യൻ ക്രിക്കറ്റിലെയും സഞ്ജു സാംസണിന്റെയും ഏറ്റവും പുതിയ വാർത്തകൾക്കായി സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.